ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഏതൊരു കുന്നിൽ നിന്ന് കിട്ടിയ പേപ്പർ എന്ന് പറഞ്ഞ് ഒരാൾ ഇന്നലെ എന്നൊരു പേപ്പർ കാണിച്ചു. അദ്ദേഹം എന്നെ കാണിക്കുമ്പോൾ ടോയ്ലറ്റ് പേപ്പറിൻ്റെ പോലും വിലയില്ലാത്ത ഒരു കടലാസ കഷ്ണം എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. അപ്പോൾ ആ പേപ്പർ കണ്ടപ്പോൾ ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് തികട്ടി വന്നു. മാർട്ടിൻ ഗാർഡ്നർ എന്ന് പറയുന്ന ആളുടെ പുസ്തകത്തിലുള്ളൊരു കഥ. രണ്ടാളുകൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, ഭക്ഷണശാലയിൽ. പൊരിച്ച മീൻ കൊണ്ടുവരാൻ അവർ ഓർഡർ കൊടുത്തു. റെസ്റ്റോറൻറ്റിലെ ഭക്ഷണശാലയിലെ ആൾ ഒരു വലിയ മീനും ഒരു ചെറിയ മീനും കൊണ്ടുവന്നു. പൊരിച്ച മീൻ, ഒന്ന് വലുത് ഒന്ന് ചെറുത്. മേശപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണത്. അപ്പോൾ ഒന്നാമൻ രണ്ടാമനോട് പറഞ്ഞു, മീനെടുക്കൂ. അപ്പോൾ രണ്ടാമൻ ആ വലിയ മീനെടുത്തു. ഒരല്പനേരത്തെ പിരിമുറുക്കം ഈ ഒന്നാമന് വീർപ്പ് മുട്ട്, പിന്നെ ശാന്തത കൈവരുത്താനായിട്ടൊരു ശ്രമം. അതത്ര വിജയിച്ചില്ല. സങ്കടം സഹിക്കാൻ വയ്യ. അപ്പോൾ ഈ ഒന്നാമൻ രണ്ടാമനോട് പറഞ്ഞു, എന്നോടാണ് മീനെടുക്കാൻ ആദ്യം പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ ചെറുതേ എടുക്കുമായിരുന്നുള്ളൂ. ഭാവവ്യത്യാസമൊന്നുമില്ലാതെ രണ്ടാമൻ ഒന്നാമനോട് മറുപടിയായിട്ട് പറഞ്ഞു, താങ്കൾ എന്തിന് പരാതിപ്പെടുന്നു? താങ്കൾക്ക് ചെറുത് തന്നെ കിട്ടിയില്ലേ? മീനെടുക്കാൻ എന്നോട് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെറുതേ എടുക്കുമായിരുന്നുള്ളൂ. രണ്ടാമൻ പറഞ്ഞു, ഇപ്പോഴും ചെറുതല്ലേ കിട്ടിയിരിക്കുന്നേ, പിന്നെന്തിന് താങ്കൾ പരാതിപ്പെടണം? താങ്കൾ ചെറുത് എടുക്കുമായിരുന്നുള്ളൂ, ഇപ്പോഴും താങ്കൾക്ക് ചെറുതാണ് കിട്ടിയിരിക്കുന്നത്, താങ്കൾ എന്തിന് പരാതിപ്പെടണം? ഇങ്ങനെ മറുപടി പറഞ്ഞ രണ്ടാമൻ ലത്തീൻകാരനും പരാതിപ്പെട്ട ഒന്നാമൻ സുറിയാനിക്കാരനുമായിരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.